I had the honor to attend the ceremony of the Congress Party's rehabilitation effort, and we laid the foundation stone for the 100 houses that we have promised. Rahul ji had also come down for that function. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടി നിർമ്മിക്കുന്ന 100 വീടുകളുടെ ശിലാസ്ഥാപന കർമ്മത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരമുണ്ടായത്. അതിൽ അഭിവന്ദനായ ശ്രീ രാഹുൽജിയും പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് ഈ മഹത്തായ ചടങ്ങിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. Our colleagues from the IUML were also present. This morning I visited the government's effort, and they have also made some houses. I was happy to see that their houses are also ready, and this evening I am here for this monumental effort by the IUML and its leadership to provide you with these beautiful houses to restart your lives again. കോൺഗ്രസിൻ്റെ ആ ചടങ്ങിൽ IUMLൻ്റെ നേതാക്കളും പങ്കെടുത്തിരുന്നു. അതിനുശേഷം ഞാൻ ഇന്ന് രാവിലെ സർക്കാർ നിർമ്മിക്കുന്ന വീടുകളുടെ പണിയും ചെന്ന് കാണുകയുണ്ടായി. അതിനുശേഷമാണ് ഈ വലിയ പരിപാടിയിൽ ചിരന്തന സ്മരണ നാളെ ഉണ്ടാക്കാൻ പോകുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുള്ളത്. ഈ ശാലീന സുന്ദരമായ ഭവനങ്ങൾ നിർമ്മിച്ച IUMLൻ്റെ ചടങ്ങിൽ ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. And this morning when I went to the government housing project, some media persons asked me if I have any political comment to make. ഇന്ന് രാവിലെ സർക്കാർ നിർമ്മിക്കുന്ന ഭവനങ്ങൾ സന്ദർശിക്കാൻ പോയപ്പോൾ എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ പ്രകടനം നടത്താൻ ഉദ്ദേശമുണ്ടോ എന്ന് മാധ്യമ പ്രവർത്തകനോട് ആരായുകയുണ്ടായി. And I answered them what I would like to say to you, that I am proud that across party lines, every party, all of us have done our best to fulfill our promises and to provide the support and the necessary help that was needed to the survivors of this terrible tragedy. ഞാൻ അവർക്ക് നൽകിയ മറുപടി കക്ഷിഭേദങ്ങൾക്ക് അതീതമായി ഇവിടെ ചൂരൽമലയിലെ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ വിജയിക്കട്ടെ എന്ന ആശംസാ വാക്കാണ് ഞാൻ അവരുടെ മുമ്പാകെ പ്രകടിപ്പിക്കുകയുണ്ടായത്. ഈ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അത് ആരുടെ ഭാഗത്ത് നിന്നാണെങ്കിലും അത് വിജയിക്കുന്നതിൽ നമുക്കെല്ലാവർക്കും സന്തോഷമാണുള്ളത്. A few days after the tragedy took place was my first real introduction to Wayanad. ഈ ദുരന്തത്തിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഞാൻ യഥാർത്ഥത്തിൽ വയനാടിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. I came here with my brother Rahul Gandhi ji. It was still raining. Dark clouds still filled the sky. ഞാൻ എൻ്റെ സഹോദരൻ രാഹുൽ ഗാന്ധിയോടൊപ്പമാണ് ഈ സ്ഥലം സന്ദർശിച്ചത്. അപ്പോഴും മഴ തിമർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. കാർമേഘങ്ങൾ, ഇരുണ്ട മേഘങ്ങൾ മാനത്ത് കുന്നുകൂടിയിരുന്നു. And as we were driving to the site where the river had washed away the school, I noticed lots of young people wearing yellow shirts in the rain, drenched. അവിടെ ഒലിച്ചുപോയ സ്കൂളിൻ്റെ അവശിഷ്ടങ്ങളാണ് എനിക്ക് കാണുവാൻ സാധിച്ചത്. മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയ സ്കൂൾ നിന്നിരുന്ന സ്ഥലത്ത് പടച്ചട്ടയണിഞ്ഞു നിൽക്കുന്ന സന്നദ്ധ സേവകരുടെ സാന്നിധ്യമാണ് കൺകുളിർക്കുന്ന കാഴ്ചയായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചത്. I had been to many disasters with my parents throughout my life. My brother and I had visited many situations, natural disasters, other accidents. And whenever we had gone to the place where that event took place, we had seen chaos and confusion. ഞാൻ ഒരുപാട് ദുരന്തങ്ങൾ കണ്ട ഒരാളാണ്. എൻ്റെ മാതാപിതാക്കൾ മുതൽ പ്രകൃതി ദുരന്തങ്ങളും കണ്ടിട്ടുണ്ട്, പെട്ടെന്നുണ്ടായ അപകട ദുരന്തങ്ങളും കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ കണ്ടത് ആശയക്കുഴപ്പങ്ങളും എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അന്തിച്ചു നിൽക്കുന്ന ജനങ്ങളെയുമാണ് എനിക്ക് ആ ദുരന്ത ഭൂമിയിൽ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. But here for the first time I saw an organized and efficient effort to help and support those who were suffering. പക്ഷേ ഇവിടെയാണ് ഞാൻ കണ്ടത് സംഘടിതവും ഫലപ്രദവുമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ സാന്നിധ്യം. വളരെ ക്രിയാത്മകമായി വ്യവസ്ഥാപിതമായി ദുരിതബാധിതരെ സഹായിക്കുന്നതിനുള്ള
കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ, ആസൂത്രിതമായ ശ്രമങ്ങളാണ് ഇവിടെ നടക്കുകയുണ്ടായത്. These young men were directing traffic. They were showing us the way. They were taking care of people. They had set up volunteer kitchens. When we went to the area where survivors were temporarily sheltered, I saw them everywhere holding people's hands, providing comfort, providing assistance. ഞാൻ കുറേ ചെറുപ്പക്കാരെ കണ്ടു. അവർ ഗതാഗതം ട്രാഫിക് നിയന്ത്രിക്കുന്നത് കണ്ടു, അവർ വഴികാട്ടുന്നത് കണ്ടു, അവർ ജനങ്ങളെ സഹായിക്കുന്നത് കണ്ടു, അവർ പെട്ടെന്ന് അടുക്കളയൊരുക്കി ആളുകൾക്ക് അന്നം അവരെ ഊട്ടുന്നതും ഞാൻ കണ്ടു. അങ്ങനെ ഏത് രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന സേവന സന്നദ്ധരായ, ദുരിതബാധിതരായിട്ടുള്ളവരെ, വേദനിക്കുന്നവരെ, മുറിവേറ്റവരെ പല രീതിയിൽ സാന്ത്വനപ്പെടുത്തുന്ന, സഹായിക്കുന്ന, അവർക്ക് ശുശ്രൂഷ നൽകുന്ന ചെറുപ്പക്കാരെയാണ് എനിക്ക് ഈ മണ്ണിലെങ്ങും കാണുവാൻ സാധ്യമായത്. So I asked Rahul ji, who are these boys in the yellow shirts? ഞാൻ ചോദിച്ചു രാഹുൽജിയോട്, ആരാണ് ഈ ചെറുപ്പക്കാർ? And he told me that it was the white guard of the IUML. അദ്ദേഹം എന്നോട് പറഞ്ഞു, അതാണ് വെള്ളപ്പട്ടാളം എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. And you should be truly proud of yourselves. And I am truly proud of the work you did during this very, very difficult time for the people of Wayanad. നിങ്ങൾക്ക് അഭിമാനം കൊള്ളാൻ എല്ലാ അർത്ഥത്തിലും അവകാശമുണ്ട്. അഭിമാനിച്ചു കൊള്ളുക. നിങ്ങളുടെ കാര്യത്തിൽ ഞാനും അഭിമാനിക്കുന്നു. വയനാടിലെ മണ്ണിൽ നിങ്ങൾ ജനങ്ങൾക്ക് ചെയ്ത സേവനങ്ങളുടെ പേരിൽ, നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പേരിൽ, സന്നദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ആ ധവള സംഘത്തെ, ധവള പാറാവുകാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. Under the leadership of Sri Sadiq Ali Tangal ji and Sri Kunyali Kutti ji, each one of you stood firm for your ideology of secularism, of dedication, devotion to service, and of unity for this country. Every person you helped people across religions, you helped the old, you helped the young, you helped women, you helped men, you helped children who had lost everything. And I think that the work you did was exemplary. അഭിവന്ദനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും അഭിവന്ദനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും നേതൃത്വത്തിൽ നിങ്ങൾ നടത്തിയ പ്രവർത്തനം യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ മതേതര പ്രവർത്തനമാണ്. മതം നോക്കാതെ, സമുദായം നോക്കാതെ, വിഭാഗീയത നോക്കാതെ എല്ലാ വിഭാഗം ആളുകളെയും നിങ്ങൾ ചേർത്ത് പിടിച്ചു, അവരെ നിങ്ങൾ സഹായിച്ചു. നിങ്ങൾ അതിലൂടെ നടത്തിയിട്ടുള്ളത് ഏറ്റവും വലിയ രാഷ്ട്രധർമ്മമാണ്, രാജ്യസ്നേഹപരമായിട്ടുള്ള മഹത്തായ പ്രവർത്തനമാണ് ഈ മഹത്തായ നേതൃത്വത്തിൻ്റെ കീഴിൽ നിങ്ങൾ നടത്തിയത് എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. And I would like everybody here to join me once for a special gratitude and special applause for the men of the White Guard. ഈ അവസരത്തിൽ ഇവിടെ കൂടി വൈറ്റ് ഗാർഡിന്, ആ വെള്ളപ്പാറാവുകാരെ എല്ലാവരും അഭിനന്ദിക്കുന്നതിൽ എന്നോട് ചേരണമെന്ന് ഞാൻ ഈ മഹത്തായ സദസ്സിനോട് അഭ്യർത്ഥിക്കുകയാണ്. Your 1,000 member brigade was mobilized even before government's efforts began. ഗവൺമെന്റ്, സർക്കാർ നടത്തിലുള്ള പരിശ്രമം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 1000 സന്നദ്ധ സേവകരെ ഒരുക്കിക്കൊണ്ട് ഈ മണ്ണിലിറങ്ങി സേവനത്തിന് തുടക്കം കുറിക്കുകയാണ് നിങ്ങൾ ചെയ്തത്. You saved lives. You helped people find their family members. In the worst, darkest hour, you shone a light of compassion towards everyone. നിങ്ങൾ ആളുകളെ കണ്ടെത്താൻ സഹായിച്ചു, എങ്ങും ഇറങ്ങി പ്രവർത്തിച്ചു. ഇരുണ്ട ചുറ്റുപാടുകളിൽ നിങ്ങൾ വെളിച്ചത്തിൻ്റെ രശ്മികൾ പ്രസരിപ്പിച്ചു. You provided safety and support for your brothers and sisters when they needed it most. നിങ്ങൾ ഏറ്റവും ആവശ്യമായ സന്ദർഭത്തിൽ നിങ്ങളുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഏറ്റവും അനിവാര്യമായ സഹായം എത്തിച്ചു നൽകി. I would like to commend the IUML for the 100 ambulances they offered free of charge, the clothing, furniture, utensils, medicines, the crores worth of food supplies, for the volunteers who stayed until the last train ended, until the last person was found, until the last bodies were buried. ഈ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് IUML-നെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഓടിയ ആംബുലൻസുകൾക്ക് 100 ആംബുലൻസുകൾ ഏർപ്പെടുത്തിയതിന്, കാണാതായവരെ കണ്ടെത്താൻ തെരച്ചിൽ നടത്തിയതിന്, ജനങ്ങളെ സഹായിച്ചതിന്, അന്നം നൽകിയതിന്, മരുന്ന് കൊടുത്തതിന്, ഏതൊക്കെ രീതിയിൽ ഇവിടെ നടത്തിയിട്ടുള്ള സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം പേരിൽ ഞാൻ പാർട്ടിയെ അഭിനന്ദിക്കുകയാണ്. Palliative care was provided,
150 critically injured individuals were brought to safety, and in addition, financial assistance and food